ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വണ്ടൻമേട് ഡിവിഷൻ LDF സ്ഥാനാർത്ഥി ഷൈനി ജോസഫിന്റെ പ്രചാരണ പര്യടനം അണക്കരയിൽ സമാപിച്ചു. ഉടുമ്പൻചോല MLA M. മണി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് വണ്ടൻമേട് ഡിവിഷൻ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഷൈനി ജോസഫിന്റെ പൊതു പര്യടന പരിപാടി 3 ദിവസങ്ങളിലായാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. വ്യാഴാഴ്ച പുളിയൻമലയിൽ നിന്നും ആരംഭിച്ച പര്യടന പരിപാടി വൈകിട്ട് മാലിയിലാണ് സമാപിച്ചത്. ഇന്നലെ രാവിലെ ആനവിലാസത്തു നിന്നും ആരംഭിച്ച രണ്ടാമത്തെ ദിവസത്തെ പര്യടന പരിപാടി 17ഓളം കേന്ദ്രങ്ങളിലൂടെ കടന്നാണ് വൈകിട്ട് അണക്കര ടൗണിലെത്തി സമാപിച്ചത്. 7-ാം മൈൽ ജംഗ്ഷനിൽ നിന്നും 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത പ്രകടനത്തോടെയാണ് സ്വീകരണ യോഗം ആരംഭിച്ചത്. സമാപന യോഗം M. മണി MLA ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകൾ കൃത്യസമയത്ത് നടത്താതെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണ് മുൻകാലത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരുകൾ നടത്തിയിട്ടുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് ഈ കേരള സംസ്ഥാനത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നപ്പോഴാണ് കൃത്യതയോടുകൂടി തെരഞ്ഞെടുപ്പ് നടത്തുന്ന കാര്യം അഭിമാനപൂർവ്വം പറയാൻ ഞാൻ ആഗ്രഹിക്കുക. ഐക്യ കേരളം രൂപം കൊണ്ടതിന് ശേഷം ഇവിടെ ഭരണാധികാരത്തിൽ ഇരുന്ന കോൺഗ്രസിന്റെ മുൻകാല ഗവൺമെന്റുകൾ ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആണെങ്കിലും ഐക്യ ജനാധിപത്യ മുന്നണി രൂപം കൊള്ളുന്നതിന് മുമ്പുള്ള കോൺഗ്രസിന്റെ ഗവൺമെന്റുകളാണെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് നടത്താതെ ജനാധിപത്യ പ്രക്രിയയുടെ അടിസ്ഥാന ഘടകമായ ഈ സംവിധാനത്തെ അട്ടിമറിക്കാനും. ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി ഷൈനി ജോസഫ്, ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥികളായ അമ്മിണി ഗോപാലകൃഷ്ണൻ, അന്നമ്മ രാജു, ഗ്രാമപഞ്ചായത്തിലെ 16 വാർഡുകളിലേക്കും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ എന്നിവർക്ക് സ്വീകരണം നൽകി. കേരള കോൺഗ്രസ് M മണ്ഡലം പ്രസിഡന്റ് ടോമിച്ചൻ കോഴിമല സ്വീകരണ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. LDF നേതാക്കളായ രാരിച്ചൻ നീർണക്കുന്നിൽ, PK രാമചന്ദ്രൻ, GGK ഫിലിപ്പ്, സതീഷ് ചന്ദ്രൻ, B ധർമ്മരാജൻ, ജോസ് പുതുമന തുടങ്ങിയവർ സംസാരിച്ചു. 3-ാം ദിവസത്തെ സ്ഥാനാർത്ഥി പര്യടനം ഇന്ന് വൈകിട്ട് കുമളി ടൗണിൽ പ്രകടനത്തോടെ സമാപിക്കും. ന്യൂസ് ബ്യൂറോ, അണക്കര.